നവമാധ്യമങ്ങളുടെ വരവോടെ അന്യം നിന്ന നിരവധി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത്തരത്തിലൊന്നാണ് ആശംസ സന്ദേശം. ഇത് മൊബൈൽ ഫോണുകളിലൂടെ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഒരു കാലത്ത് സന്ദേശത്തിനായി ആഴ്ചകളോളം കാത്തിരുന്നവരാണ് പലരും. നഗരത്തിൽ മാത്രം 20-ലധികം ആശംസാ കാർഡ് വിൽപ്പന കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നാമമാത്രമായ കടകൾ മാത്രമാണ് കണ്ടെത്തിയത്. മുൻകാലങ്ങളിൽ പുസ്തകശാലകളിലും ഫാൻസികളിലും പുതുവത്സര ക്രിസ്തുമസ് സീസണുകളിൽ പൊടിപിടിച്ച കച്ചവടമാണ് നടക്കാറുള്ളതെങ്കിലും ഇപ്പോൾ പൊടിപിടിച്ച ഓർമ്മകളെ തൊട്ടുണർത്താൻ മാത്രമുള്ള ആശംസകൾക്ക് മാത്രമായി കാർഡ് വിപണി വഴിമാറി. പ്രിയപ്പെട്ടവരുടെ ആശംസാ കാർഡിനായി കാത്തിരുന്ന നാളുകളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വാട്സപ്പിനും ഇൻസ്റ്റഗ്രാമിനും തരാൻ കഴിയാത്തൊരു പ്രത്യേക വികാരം ഇവയ്ക്കുണ്ടായിരുന്നു. ഒരുപാട് കാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണ്? 10th പഠിക്കുമ്പോൾ. 10th 9th. അതെ, ഞാൻ. ചേച്ചിക്ക് കൂടുതൽ കാർഡ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെയും പഴയൊരു കാലഘട്ടത്തിലെയും ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ പറ്റുമോ? കാർഡ്സിൻ്റെ പണ്ട് ഗിഫ്റ്റിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ക്രിസ്മസ് എല്ലാവരും വാട്സാപ്പിൽ സ്റ്റിക്കർ അയക്കുന്നതോട് ഇപ്പോൾ ആരും കാർഡ് മേടിക്കുന്നത് കുറവായിരിക്കും മിക്കവാറും. ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് തോന്നുന്നുണ്ട് രണ്ടുപേർക്ക്? തോന്നുന്നുണ്ട്. കാരണം അതിന് മെമ്മറീസ് ഉണ്ടാവും, അവർ എഴുതിയത് അവരുടെ വേർഡ്സ് ഉണ്ടാവും. ഫുള്ള് ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയതുകൊണ്ട് ആരും ഇപ്പോൾ കാർഡൊന്നും മേടിക്കാറില്ല. ആർക്ക് കൊടുക്കാനാ കാർഡ്? ഇപ്പം കിട്ടി ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ. പൊതുയുഗത്തിന്റെ വരവോടെ ബുദ്ധിമുട്ടിലായത് കച്ചവടക്കാരാണ്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന കാർഡ് വിൽപ്പനയുടെ 4-1 പോലും ഇന്നില്ലെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. കുറച്ച് കാലം മുന്നേ വളരെ ചെറുത് ഞങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ അയക്കാറുണ്ട്. എത്രയാണ് അയച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നും. ഇപ്പോഴത്തെ പഴയ നോസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ തോന്നുന്നല്ലോ. അങ്ങനെ ഈ സീസൺ വൈസ് അല്ലാണ്ട് ഇപ്പം ന്യൂ ഇയർ ക്രിസ്തുമസ് കാർഡ് അല്ലാണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ബർത്ത്ഡേൻ്റെതുണ്ട്, അങ്ങനെ ഒരുപാട് കാർഡ്സ് ഉണ്ട്. അതൊക്കെ ഉണ്ട്, ആനിവേഴ്സറി കാർഡ് ഉണ്ട്, ബർത്ത്ഡേൻ്റെ റിലേഷൻസ് കാർഡ് ഉണ്ട്, എല്ലാ അങ്കിള് ആൻറ്റി ഫാദർ മദർ ഡാഡി അങ്ങനെ ഫ്രണ്ട്സൊക്കെയുള്ള കാർഡ് വേർത്തനുണ്ട്. പിന്നെ വാലൻറ്റൈൻസ് ഡേൻ്റെ കാർഡ് ഉണ്ട്. അത് ഓരോ ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ അതിന് ആ ഡിസ്പ്ലേ മാറ്റും എന്നാണ്. പോകുന്നുണ്ട് ഞങ്ങൾ ആ പഴയ രീതിയിൽ പോകുന്നില്ല. ഇപ്പോഴ ആ രീതിയിൽ അത്യാവശ്യം എല്ലാവരും വാങ്ങുന്ന ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് പണ്ടേയുള്ള. പക്ഷേ ഇതിപ്പോൾ ഇതിങ്ങനെ വരുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ പുതിയ ആൾക്കാർ എടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലേ കാർഡൊക്കെ എന്നിട്ട് അങ്ങനെയുണ്ട്, ചില ആൾക്കാർ എടുക്കുന്നുണ്ട്. ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള കാർഡുകൾ ഒരു കാലത്ത് ലഭ്യമായിരുന്നു. സംഗീതം പൊഴിയുന്നതും ലൈറ്റ് തെളിയുന്നതുമെല്ലാമായി ചെറുതും വലുതുമായ കാർഡുകൾ. ആവശ്യക്കാർ കുറവായതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാർഡുകളുടെ ലഭ്യത കുറവാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ചെറുതും വലുതുമായ കാർഡുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു കാലത്ത് 500-600 ഇവയുടെ വില. വളരെ ചെറിയ കാർഡുണ്ട്, 3 രൂപ ചെയ്യുന്ന ചെറിയ മിനി കാർഡുണ്ട്. പിന്നെ 6 രൂപയുണ്ട്. പിന്നെ 15, 20, 30, 35, 40, 60 അങ്ങനെ പോസ് 100-ൻ്റെ ഉണ്ട്, 150, 200-ൻ്റെ അങ്ങനെ പല റേഞ്ച്. ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തിരഞ്ഞെടുക്കാനുള്ള ഇതാണ്. പക്ഷേ പഴയ രീതിയിലുള്ള കച്ചവടമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ അല്ലേ, മെസ്സേജുകൾ ഇങ്ങനെ കൈമാറുന്നത് കൊണ്ട് കാർഡ്സ് എന്നാലും വളരെ അപൂർവം പഴയ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ചിതലരിക്കാത്ത ഓർമ്മകളിലൂടെയാണ് ഓരോ ക്രിസ്തുമസും ന്യൂ ഇയറും കടന്നു പോകുന്നത്. സ്നേഹവാത്സല്യങ്ങൾക്കപ്പുറം പറഞ്ഞറിയിക്കാനാവാത്ത കാത്തിരിപ്പായിരുന്നു ഓരോ ആശംസാ സന്ദേശങ്ങൾക്കും.
ഒരു കാലത്ത് ഈ കാർഡുകൾ ഉണ്ടാക്കിയോളം ചെറുതൊന്നുമല്ല. അത് പുതുതലമുറ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനോടൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്.